യു.എസ്. ഭരണകൂടം H-1B വിസ നയം മയപ്പെടുത്തുന്നുവെന്ന സൂചനകളുണ്ടായിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോമും രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ H-1B വിസ പ്രോഗ്രാം തുടരുമെന്ന് വ്യക്തമാക്കിയ ക്രിസ്റ്റി നോമ യു.എസിലേക്ക് എത്തുന്ന H-1B വിസ ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഗ്രീൻ കാർഡ് ഉടമകൾക്കും ഇത് ബാധകമാണെന്ന് ക്രിസ്റ്റി നോം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ വിസ, ഗ്രീൻ കാർഡ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയെന്നും കൂടുതൽ വിദേശികൾ പൗരത്വം നേടിയിട്ടുണ്ടെന്നും ക്രിസ്റ്റി നോം പറഞ്ഞു. രാജ്യത്തേക്ക് വരുന്നവർ ചില പ്രധാന മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നോം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവ ഇങ്ങനെയാണ്: 1. H-1B വിസ ഉടമകൾ ഭീകരവാദ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നവർ ആയിരിക്കരുത്. 2. അവർ യഥാർത്ഥ കാര്യങ്ങൾക്കായി രാജ്യത്തേക്ക് വരണം. 3. അമേരിക്കയെ വെറുക്കുന്ന സംഘടനകളെ അവർ പിന്തുണയ്ക്കരുത്. ഈ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടത്തെയും ക്രിസ്റ്റി നോം വിമർശിച്ചു. മുൻ പ്രസിഡന്റ് ആയിരക്കണക്കിന് ഭീകരരെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുകയും സംരക്ഷിത കുടിയേറ്റ പരിപാടികൾ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തതായി അവർ കുറ്റപ്പെടുത്തി. അതേസമയം H-1B വിസ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് മാറ്റം ടെക് ലോകത്തും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക വിഭാഗത്തിലും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. യു.എസിൽ നിർമ്മാണ പ്രതിരോധ ജോലികൾക്ക് കഴിവുള്ളവർ ഇല്ലെന്നായിരുന്നു ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. യു.എസിലെ വ്യവസായങ്ങൾക്കും സർവകലാശാലകൾക്കും വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. H-1B വിസയ്ക്ക് നൽകുന്ന മുൻഗണന കുറയ്ക്കാൻ പദ്ധതിയിടുന്നുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം. അതിന് മറുപടിയായി കഴിവുള്ളവരെ നിങ്ങൾ കൊണ്ടുവരണമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇവിടെ കഴിവുള്ളവർ ഒരുപാടുണ്ടെന്ന് അവതാരക മറുപടി നൽകിയെങ്കിലും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് ചില മേഖലകളിൽ കഴിവുള്ളവർ ഇല്ലെന്ന് വ്യക്തമാക്കി. യു.എസ്. സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന H-1B വിസയുടെ ഫീസ് ഈ വർഷം സെപ്റ്റംബറിൽ $1 ലക്ഷം ഉയർത്തിയതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം ഉണ്ടാകുന്നത്. ട്രംപിന്റെ നിലപാട് മാറ്റത്തിൽ അനുയായികളടക്കം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് അമേരിക്ക ഫസ്റ്റ് എന്ന വാഗ്ദാനത്തിന് വിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു. ഓൺലൈനിലും ട്രംപിനെതിരെ രോഷപ്രകടനം ഉയർന്നിട്ടുണ്ട്. ഒരു പ്രസിഡന്റ് തന്റെ സ്വന്തം ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ഉപേക്ഷിക്കുന്നുവെന്ന് ഒരാൾ പറഞ്ഞു. തന്റെ പൗരന്മാരെ അവിശ്വസിക്കുകയും ഒരു ശത്രുരാജ്യത്തു നിന്നുള്ള 6 ലക്ഷം വിദ്യാർത്ഥികളെ രാജ്യത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്നത് നേതൃത്വമല്ല, അത് വഞ്ചനയാണ്. വിശ്വാസമില്ലാത്ത ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിനെ കുറിച്ച് തനിക്കും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്ന നല്ല ചിത്രം എന്നേക്കുമായി നശിപ്പിച്ചുവെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെട്ടുവെന്നും മറ്റൊരാൾ കുറിച്ചു. അമേരിക്കൻ ജനങ്ങളെ വിദേശികൾക്കും വലിയ കോർപ്പറേഷനുകൾക്കും വിറ്റുകളഞ്ഞത് വളരെ ദൗർഭാഗ്യകരമാണെന്നും മറ്റൊരാൾ കുറിച്ചു. അതേസമയം ട്രംപിന്റെ പ്രതികരണം വലിയ ചർച്ചയായതിനിടെ വിശദീകരണവുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിട്ടുണ്ട്. കുടിയേറ്റ സംവിധാനം പരിഷ്കരിക്കുന്നതിന് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ടെയ്ലർ റോജേഴ്സ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപ് ആധുനിക ചരിത്രത്തിലെ ഏതൊരു പ്രസിഡന്റിനേക്കാളും കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനും അമേരിക്കൻ തൊഴിലാളികളെ ഒന്നാമതെത്തിക്കുന്നതിനും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. H-1B വിസ അപേക്ഷകർക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തിയത് ദുരുപയോഗം തടയുന്നതിനും അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരം കുറഞ്ഞ വേതനം ലഭിക്കുന്ന വിദേശ തൊഴിലാളികൾ ഉണ്ടാകുന്നത് തടയുന്നതിനുമുള്ള ആദ്യ പടിയാണെന്നും വൈറ്റ് ഹൗസ് വക്താവ് കൂട്ടിച്ചേർത്തു.